ഹേ ഗൈസ്, നൈസായിട്ട് പണി പാളി. മറ്റേ പോലീസ് സ്റ്റേഷൻ അല്ല, ആ ലംബോർഗിനി ഉറൂസ് സ്റ്റീല് ഞാൻ വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴാണെങ്കിലേ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അത് ലോസ് ആൻഡോസിൽ നിന്നുള്ളത്, ലെസ്റ്ററാ. അപ്പോൾ അവൻ്റെ അടുത്ത് ചുമ്മാ ഒന്ന് പോലീസിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറഞ്ഞു സേഫ്റ്റിക്ക്. അവരിപ്പോൾ എന്തോന്നും മറ്റേ ഷോറൂമിൽ ആളെ പിടിച്ച്. ഞാൻ അവിടെ കൊണ്ട് ആ വണ്ടി വിറ്റായിരുന്നു, അപ്പോൾ കാശും കിട്ടി. അപ്പം അയാളെ പിടിച്ച് ഇപ്പം അയാൾ ജയിലിലായോന്ന് സംശയമുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഇവിടുന്ന് എസ്കേപ്പ് ആവണം. കുറച്ച് ലഗേജൊക്കെ എടുത്ത് വയ്ക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, സാധനമൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ വേറെ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ വണ്ടി സ്റ്റിൽ എയർപോർട്ടിൽ, അത് പോയി എടുക്കാം. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ബൈക്കാണ്, ഇതെൻ്റെ ബൈക്കല്ല, ഇത് ഫ്രണ്ടിൻ്റെ ബൈക്കാണ്. അപ്പോൾ എൻ്റെ വണ്ടി പോയി എടുക്കണം. കാരണം ഈ ബൈക്ക് ഓടിച്ച് പോകാൻ പറ്റത്തില്ല. ഞാൻ ആലോചിക്കുന്നത് വില്ലേജിൽ മാറി നിന്നാലുണ്ട്. പണ്ട് അവിടെയാണ് ഞാൻ താമസിച്ചിരുന്നത്, ഇങ്ങോട്ട് വരുന്നത് ഈ സിറ്റിയിലേക്ക്. പണ്ട് വില്ലേജിലാണ് ഞാൻ താമസിച്ചത്. അപ്പോൾ നമുക്ക് നേരെ വില്ലേജിലേക്ക് പോയാലോ എന്ന് എൻ്റെ അഭിപ്രായം. എൻ്റെ വണ്ടി എയർപോർട്ടിൽ കിടക്കുന്നുണ്ട്, പോലീസ് പിടിച്ചോന്ന് അറിയത്തില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോയി, ഇനി പോകുന്ന വഴിയിൽ വണ്ടിയും ഒന്ന് മോഡിഫൈ ചെയ്യാം, അതായിരിക്കും നല്ലത്. കാരണം മോഡിഫൈ ചെയ്തില്ലെങ്കിൽ പണിപ്പാളും. മുടി വെട്ടണോ? വേണ്ടല്ലേ, മുടി വെട്ടണോ? വേണ്ട, എൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. വണ്ടി പോകുന്ന വഴിക്ക് എൻ്റെ കളറൊന്ന് മാറ്റിയേക്കുക, അപ്പോൾ പോലീസുകാർ കൺഫ്യൂസ് ആവും. അപ്പോൾ ആ ഷോറൂമിൽ കിടന്ന് കറങ്ങാമെന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു. ഫ്രണ്ടല്ല, ന്യൂസ് ഞാൻ അല്ല, എൻ്റെ ഫ്രണ്ട് തന്നെ, എൻ്റെ ലെസ്റ്റർ എന്ന് പറഞ്ഞ ഫ്രണ്ടില്ല, ആ ഫ്രണ്ടിനാണ് ഞാൻ ചോദിച്ചത്. സ്റ്റാർട്ടാവുമോ? കുറച്ച് ദിവസമായി എടുത്തിട്ട്. ഓ ഭാഗ്യം, സ്റ്റാർട്ടാവുന്നുണ്ട്. ഇപ്പം എങ്ങനെ തിരിക്കും? ഇങ്ങനെ പോട്ടെ. ഞാൻ ഇതൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ഗോ ടു ഒരു മോഡിഫിക്കേഷൻ സെൻറ്റർ. അതും എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്, അതിവിടെ അടുത്ത് തന്നെയാണ്. ശരിക്കും ഈ സിറ്റി ആണെങ്കിൽ ഇനി കുറച്ചുകൂടെ പോകണം. വേറൊരു സിറ്റി ഉണ്ട്, പക്ഷെ അവിടെയും അതൊരു സിറ്റി ഏരിയാണ്ട് പോലീസ് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. വില്ലേജിൽ പോലീസ് വരാൻ ചാൻസ് ഇല്ല. കുറച്ച് നേരത്തേക്ക് അവിടെ പോയി താമസിക്കുക, അത് സേഫ്. ഓക്കെ, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാം. ഓക്കെ ഗൈസ്, എൻ്റെ ഫ്രണ്ട് ഫ്രീ ആയിട്ട് മോഡിഫൈ ചെയ്ത് തന്നു. ഇപ്പോൾ ടയറും ഞാൻ ഒന്ന് മാറ്റി വണ്ടിയുടെ, അതും കൂടെ മാറിക്കിടക്കത്താണ് നല്ലത്. അല്ലെങ്കിൽ അത് വെച്ച് ചിലപ്പോൾ പോലീസുകാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ടയറും ഞാൻ മാറ്റി, വണ്ടിയുടെ കളർ മാറ്റി. ടയർ എനിക്ക് ഇഷ്ടപ്പെട്ടോ എനിക്കറിയത്തില്ല, പക്ഷേ മാറ്റിയേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ പോലീസുകാർ വന്ന് എന്നെ തൂക്കും. അയ്യോ, വഴി എത്തിപ്പോയി, തിരിച്ചു പോകാം. ഞാൻ മുടിയൊന്നും വെട്ടില്ല, വെട്ടുന്നല്ല, വില്ലേജല്ലേ. എൻ്റെ പാരൻസിനൊക്കെ നിങ്ങൾ ചോദിച്ചാൽ അവരൊക്കെ ഇപ്പോൾ ലോകത്തില്ല, മുന്നേ മരിച്ചുപോയി. ഫ്രാങ്ക്ലിൻ്റെ പാരൻസ്. അപ്പോൾ ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, ഇവിടെ കൊണ്ട് പെട്രോൾ പമ്പില്ല, അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഈ വണ്ടി ഗ്ലാസ് ഭാഗ്യത്തിന് പൊട്ടിയില്ല. ഗ്ലാസ് പൊട്ടിയാൽ എൻ്റെ കാശും പോയി. ഭാഗ്യത്തിന് ഇതിപ്പം പൊട്ടിയില്ല, അതാണ് ഇതൊരു ഫൺ പോയിന്റ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുവരെ നമുക്ക് പോകേണ്ടത്. അയ്യോ, വണ്ടി മറിയല്ലേ. വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഈ വഴി നമുക്കെന്തായാലും പോകാം. കുറച്ച് കഴിയുമ്പം വില്ലേജിലെത്തുമായിരിക്കും. ഇവിടെ ഒരു സിറ്റി ഉണ്ട്, ഈ സിറ്റിയും കടന്ന് നമുക്കിനി പോകണം. ഞാൻ കുറച്ച് ദൂരം പോകുമ്പോൾ കാണിച്ചു തരാം നമുക്ക്. കണ്ട ഇവിടെയും വേറൊരു സിറ്റി ഉണ്ട്, പക്ഷേ സിറ്റിയിൽ എനിക്ക് ഫ്രണ്ട് ഉണ്ട്, പക്ഷെ അവിടെ പോയി നിന്നാൽ പണിപ്പാളും. വില്ലേജിലും എനിക്ക് ഫ്രണ്ടുണ്ട്, അപ്പോൾ അവിടെ പോയി നിന്നാലാണ് നല്ലത്. ഈ ഫ്രണ്ടിൻ്റെ പ്രശ്നമല്ല, കാരണം സിറ്റി ആയതുകൊണ്ട് പോലീസുകാർക്ക് ചിലപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റും, അതാ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ വില്ലേജിൻ്റെ റോഡിലേക്ക് എത്തി. വില്ലേജിൻ്റെ ഇതാണ് ആ വില്ലേജ്. ഇത് ഭംഗിയാണ് ശരിക്കും. എൻ്റെ സിറ്റിയിലൊരു വില്ലേജ് ഉണ്ട്, പക്ഷേ സിറ്റിയിലാണ് സേഫ് അല്ല. ഇതൊരു ഫാം പോലത്തെ സ്ഥലമാണ്, കോഴികളൊക്കെ ഇവിടെ കാണും. നല്ല സ്ഥലമാണ് ഇത്, അടിപൊളി സ്ഥലമാണ്. അതാണ്ട് ഇവിടെ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ, ആൾക്കാരില്ലെന്ന് ഞാൻ പറയുന്നില്ല. നല്ല സ്ഥലമല്ലേ. ഇതെന്തോ ഇത് പശുവല്ലേ, കോഴി. ആയി കൊള്ളാലോ, ചാടിപ്പോ.
ഏതാണ് എൻ്റെ വീട്? ഇതല്ലേ അല്ല അത് തന്നെയല്ലേ, ഞാൻ മറന്നുപോയി കുറേ നാല്. ഇത് തന്നെ എൻ്റെ വീട്, ശരിയാ. എൻ്റെ ഫ്രണ്ട് ഇവിടെയാണ് ഉള്ളത് ഗൈസ്. അയ്യോ എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉള്ളത്. ശരിക്കും ഇതെൻ്റെ വീടാ. പാരൻസൊക്കെ പോയിട്ട് ഞാൻ പിന്നെ സിറ്റിയിലേക്ക് വന്നപ്പോൾ ഇതവന് കൊടുത്തു. അവൻ്റെ പാരൻസും ഇപ്പം ഇല്ല, അവന് ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നത്. പക്ഷെ അവന് സിറ്റിയിലേക്ക് വരെ ഇഷ്ടമല്ല. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഈ കാര്യമൊന്നും. അവനെ കൊല്ലുമെന്ന് എനിക്കറിയത്തില്ല, കാരണം ഇത് കേട്ടാലേ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായി ഡിഫൻഡർ. ഇപ്പം ബ്ലാക്ക് ഡിഫൻഡർ കുറച്ച് ലുക്ക്. വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടാ. എവിടെയും യവനൊന്ന് വിളിക്കത്ത് ഗൈസ്. ഹലോ ചങ്ക, ഇങ്ങ് ഇറങ്ങി വാടാ. ഓക്കെ ഗൈസ്, അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹായ്, ഇതാര് നീയാ? ഇതെന്തിപ്പോൾ പറയാതെ ഇങ്ങോട്ട് വന്നത്? എടാ ചെറിയൊരു സീനുണ്ട് നമ്മുടെ സിറ്റിയിലെ. എനിക്ക് വേറൊരു ഫ്രണ്ടുണ്ട് സിറ്റിയിൽ. സിറ്റിയിൽ. ഓക്കെ. അപ്പം അവനില്ലേ എൻ്റെ അടുത്തൊരു നമ്മുടെ എയർപോർട്ട്, സിറ്റിയിലൊരു എയർപോർട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് ഒരു ലംബോർഗിനി ഉറൂസ് അടിച്ചു മാറ്റാൻ പറഞ്ഞു, അതും ഗോൾഡൻ. അടിച്ചു മാറ്റാണ്? അതേ, എന്ത് നീ അത് ചെയ്താ? ചെയ്ത്, ന്യൂസ് കാണിച്ചെന്ന്. അത് വിറ്റാൽ നല്ല കാശ് കിട്ടും. അവസാനം ഞാൻ അത് അടിച്ചു മാറ്റി അവന് കൊടുത്തിട്ട് അവൻ ഡീൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ കൊണ്ടുപോയി. പക്ഷെ അതിൻ്റെ ഇടയിൽ പോലീസ് ഞങ്ങളെ രണ്ടുപേരെയും പിടിച്ച്. അപ്പോൾ പോലീസിനെയും കൊണ്ട് ഞാൻ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി, ഞാനും അവനും. അവനെ ഒരു ഐലൻഡിൽ കൊണ്ടുപോയി, ഐലൻഡ് എന്ന ബീച്ചിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് ഞാൻ അവനെ തട്ടിക്കളഞ്ഞു. എന്തിന്? അല്ല, നിന്നെ ഒന്നും ഞാൻ തട്ടത്തില്ല. ഇതുപോലെ ഞാൻ പറഞ്ഞതാണ്. മാത്രമല്ല എൻ്റെ തലയിൽ കുറ്റം കൊണ്ടിട്ടേക്ക്. അവസാനം എൻ്റെ കയ്യിൽ തെളിവുള്ളതുകൊണ്ട് പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തു. അപ്പം ഞാനല്ലെന്ന് മുഴുവൻ കൂടുതൽ പങ്ക് ഇവനാ. കുറച്ചൊക്കെ എനിക്കുള്ളൂ. ഐഡിയ ഇവൻ്റെ. അപ്പം ഞാൻ എന്നിട്ട് ഇറങ്ങിയിട്ട് യവന്മാരെന്നെ ഞങ്ങളെ വിടുന്നില്ല. അപ്പം ഇറങ്ങിയിട്ട് അവനെയും കൊണ്ടിട്ട് അവസാനം വണ്ടി കൊണ്ട് ഞാൻ വിറ്റായിരുന്നു. വണ്ടി വിട്ടിട്ട് കാശ് കിട്ടി. പക്ഷേ ഇന്ന് രാവിലെ ഒരു സീനുണ്ട്. എനിക്ക് ലോസ് ആൻഡോസിലൊരു ഫ്രണ്ടുണ്ട്, ലെസ്റ്റർ എന്ന് പറഞ്ഞ്. അപ്പം അവനില്ലേ, അവൻ്റെ അടുത്ത് ഞാൻ ചുമ്മാ പോലീസുകാരൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ പറഞ്ഞ് ഇപ്പം എന്തോന്ന് പോലീസുകാർ ആ ഷോറൂമിലത്തെ ആളെ പിടിച്ചെന്ന്. അയ്യോ, ഷോറൂമിലത്തെ ആളെ പിടിച്ചെന്നാ? വണ്ടി ഞാൻ കൊണ്ട് വിറ്റ് കാശും കിട്ടി. ഷോറൂമിലത്തെ ആളിപ്പോൾ പെട്ടെന്നാണ് തോന്നുന്നു. അതുകൊണ്ട് എന്നെ പിടിക്കാതിരിക്കാൻ വേണ്ടിയാ. ചിലപ്പോൾ അയാൾ എന്നെ പേര് തന്നെയാണ്. എന്നെ പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നേരെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. നിനക്കൊന്നും തോന്നില്ലല്ലോ? അത് കുഴപ്പമൊന്നുമില്ല, നീ ഇവിടെ സ്റ്റേ ചെയ്തോ. ഞാൻ കുറച്ച് നാളത്തേക്ക് ഇവിടെ അയക്കും. നീ തിരിച്ചോക്ക് ചിലപ്പോഴേ പോവുള്ളായിരിക്കും. അതെന്താ അങ്ങനെ? അല്ല, നിൽക്കുന്നല്ലേ നിനക്ക് സന്തോഷം? നിൽക്കുന്നത് തന്നെ സന്തോഷം. ഇവിടെ മനുഷ്യന്മാരൊന്നും നടക്കാറില്ലേ? ഇല്ലടാ, അത്രയൊന്നും കാണാറില്ല. നിറച്ചും എന്താ പറയുക, ആൾക്കാർ ബൈക്കൊക്കെ ഓടിച്ച് പോകുന്ന ചങ്ക കാണാനുള്ളത്. ഓക്കെ. അപ്പം ഞാൻ എന്തായാലും അകത്ത് കയറട്ടെ. കയറിക്കോ. നീ വീഡിയോ എടുക്കുന്ന? എന്തുവാ ചാനലിൻ്റെ പേര്? മാസ്ക് ബോയ് ഗെയിമിങ്. ഫേസ്ബുക്കുണ്ട്, ഇൻസ്റ്റഗ്രാമുണ്ട്, യൂട്യൂബുണ്ട്. പക്ഷേ യൂട്യൂബ് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കൂടുതൽ പോസ്റ്റ് ചെയ്യുന്നത്. ഫേസ്ബുക്കിലാകെ 2 വീഡിയോസ് പോസ്റ്റ് ചെയ്തുള്ളൂ. ഫേസ്ബുക്കിൽ ഞാൻ ആക്റ്റീവ് അല്ല. സ്ഥിരം ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ഞാനൊരു ഗൈസിൻ്റെ അടുത്ത് ഹലോ പറഞ്ഞു. ഹലോ ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ. അപ്പം ഇനി പുതിയ വീഡിയോസ് കാണുന്നവരെ ഗുഡ് ബൈ ഗൈസ്. ഓക്കെ, ഞാൻ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ആണ്. ചിലപ്പോൾ ഇനി അടുത്ത പാർട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഗുഡ് ബൈ ഗൈസ്.